6 മാർക്കിന് നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബയോഗ്രഫിക്കൽ സ്കെച്ച് എന്ന് പറയുന്നത്. ഇത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ സെറ്റ് ആക്കാൻ പോകണം, അതിന്റെ ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ. സോ ഇതുപോലെ വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. നമ്മൾ മാത്രമല്ല, ഇന്ന് രാത്രി ഒരു കൃത്യം 7:30 നമുക്കൊരു ഓൾ ചാപ്റ്റർ റിവിഷൻ വരാനിരിക്കുന്നുണ്ട്. നമ്മൾ സെറ്റാക്കും, അത് മിസ് ചെയ്യരുത്. ഇങ്ങനെയാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. നമ്മുടെ മോഡൽ എക്സാമിനൊക്കെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ബയോഗ്രഫിക്കൽ സ്കെച്ച്. ആക്ച്വലി പ്രൊഫൈലിന് പകരമായിട്ട് വന്നതാണ്, പക്ഷേ പ്രൊഫൈലും ചിലപ്പോൾ വന്നേക്കാം. ഏതായാലും ബയോഗ്രഫിക്കൽ സ്കെച്ചും പ്രൊഫൈലും തമ്മിലുള്ള മാറ്റം എന്താ? പ്രൊഫൈൽ 5 മാർക്കിന് 4 മാർക്കിനായിരുന്നെങ്കിൽ ഇത് 6 മാർക്ക് ഉണ്ട് എന്നുള്ളതാണ് വലിയൊരു മാറ്റം. മറ്റൊരു മാറ്റം, ബയോഗ്രഫിക്കൽ സ്കെച്ച് കുറച്ചുകൂടി എന്തായിരിക്കും, നെഗറ്റീവ് സ്റ്റൈലായിരിക്കും, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് റൈറ്റിംഗ് സ്റ്റൈലിലേക്ക് നമ്മളത് കൊണ്ടുപോകും എന്നുള്ളതാണ്. ഇതാണ് അതിൻ്റെ ഫോർമാറ്റ്. ഫസ്റ്റ് ടൈറ്റിൽ ഉണ്ടായിരിക്കുക, ഏർലി ലൈഫ് സ്റ്റാർട്ടിങ്ങിൽ മെൻഷൻ ചെയ്യുക. ഈ സബ് ടൈറ്റിലൊന്നും വേണമെന്നില്ല കേട്ടോ. ആൻഡ് മേജർ ഇവൻറ്റ്സ് ഇവിടെ കൊടുക്കുക. അതുപോലെ തന്നെ മേജർ അക്കംപ്ലിഷ്മെൻറ്റ്, അതായത് എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, ആ ഒരു പേഴ്സണാലിറ്റി ജീവിതത്തിൽ മെയിനായിട്ട് നടന്നിട്ടുള്ളത്. അതുപോലെ അദ്ദേഹം നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് കൊടുക്കാം. അദ്ദേഹത്തിന് എക്സ്ട്രാ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഒരാളല്ലേ നമ്മൾ ബയോഗ്രഫിക്കൽ സ്കെച്ചിന് കൊണ്ടുവരുള്ളൂ, കാര്യപ്പെട്ട ഒരാളെ. ഓക്കെ, അതും എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് ഓൾറെഡി അതിൻ്റെ ഹിൻസ് തന്നിട്ടുണ്ടാവും, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത്, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാതെ അതിൻ്റെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതി കഴിഞ്ഞാൽ സെറ്റാക്കും. പക്ഷേ എന്നാലും സംശയം ഉണ്ടാവും, എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ് എന്നുള്ളത്, അല്ലെങ്കിൽ അത് എങ്ങനെ എഴുതണം, അതിനെ കുറച്ച് ടിപ്സ് നിങ്ങൾ പറഞ്ഞു തരാൻ പോകണം. പലരും കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഹിൻസ്, അതായത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഹിൻസ് മാക്സിമം യൂസ് ചെയ്യും. ഒരു ഹിൻസ് പോലും വിട്ടുപോകാതെ എഴുതുക. എക്സ്ട്രാ നിങ്ങൾക്ക് എഴുതാം. ഇൻക്ലൂഡ് ഓൾ ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഫ്രം ദ ഹിൻസിൽ നിന്ന് എല്ലാ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും എഴുതുക. മാക്സിമം പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്യുക. ആൻഡ് റൈറ്റ് ഇൻ തേർഡ് പേഴ്സൺ നെറേറ്റീവിലാണ് എഴുതേണ്ടത്. ഐ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡയറി എഴുതുന്ന പോലെ എഴുതാൻ പാടില്ല. യൂസ് ഹി, ഷീ, ഹിസ്, ഹെർ എന്നൊക്കെ യൂസ് ചെയ്യുക. ഐ എന്ന് യൂസ് ചെയ്യാൻ പാടില്ല. അതായത് ഹി വാസ് റിയലി എ ഫേമസ് പേഴ്സൺ, ഹി വാസ് എ ഫുട്ബോൾ പ്ലെയർ, അങ്ങനെയൊക്കെ എഴുതാൻ പറ്റും. ഫോളോ എ പ്രോപ്പർ ഓർഡർ കീപ്പ് ചെയ്യുക. ഫസ്റ്റ് തന്നെ മരിച്ചു എന്നല്ല, അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ബർത്ത്, ഏർലി ലൈഫ്, എഡ്യൂക്കേഷൻ, സ്ട്രഗിൾ, അച്ചീവ്മെന്റ്സ്, ഓണർ, ഇതൊക്കെയാണ് എഴുതേണ്ടത്. ഓണർ അല്ലേ, അദ്ദേഹത്തിന് കിട്ടിയ ബഹുമതികളൊക്കെ അവസാനത്തേക്ക് എഴുതുക. അതിനുശേഷമാണ് മരണത്തെ പറ്റി എഴുതേണ്ടത്. മേക്ക് ഇറ്റ് ഷോർട്ട് പാരഗ്രാഫ്, കുഞ്ഞു പാരഗ്രാഫ് ആക്കി എഴുതുക. വലിയൊരു എസ്സേ ആക്കി എഴുതുക മാത്രമല്ല, എസ്സേ എഴുതുക എന്നല്ല, കുഞ്ഞു പാരഗ്രാഫ്. നമുക്ക് ഓൾറെഡി ഈ ഒരു സാധനം തന്നില്ലേ, അതായത് ഏർലി ലൈഫ് ഒരു പാരഗ്രാഫ്, മേജർ ഇവന്റ്സ് ഒരു പാരഗ്രാഫ്, മേജർ അക്കംപ്ലിഷ്മെന്റ് ഒരു പാരഗ്രാഫ്, അതുപോലെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഒരു പാരഗ്രാഫ്, ആ ഒരു രൂപത്തിൽ എഴുതുക. ആൻഡ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്, ഫ്യൂച്ചർ എഴുതരുത് അല്ലേ. പാസ്റ്റ് ടെൻസിലാണ്, പാസ്റ്റ് ടെൻസിൽ എഴുതുക, അല്ലാതെ പ്രസന്റ് ടെൻസിൽ എഴുതാൻ പാടില്ല. അദ്ദേഹം ഇപ്പോൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നല്ല, ഫുട്ബോൾ കളിച്ചിട്ടുണ്ടായിരുന്ന ആളാണ്, ലെജൻഡാണ്, അങ്ങനെ സാധനത്തിൽ എഴുതുക. ഒരു ഫാറ്റിയോ ഡിമോ, നമുക്കിവിടെ ഓൾറെഡി നമ്മുടെ മോഡൽ എക്സാമിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് സെറ്റ് ആക്കാൻ പോകുന്നത്. ഫാറ്റിയോ ഡിമോ വാസ് ബോൺ ഇൻ 1968 നിയോറർ ഐലൻഡിലാണ്, സെനഗലിലാണ് ജനിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ചൈൽഡ്ഹുഡ് വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സോഷ്യൽ എക്സ്ക്ലൂഷൻ ആൻഡ് ട്രഡീഷണൽ അറ്റൻഡൻസ് ഇൻ ഹർ കമ്മ്യൂണിറ്റി, ആറ്റിറ്റ്യൂഡ്സ് ഇൻ കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്ന ആ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം നേരിട്ടുണ്ടായിരുന്നു. യങ് ഏജ് മുതലേ ഷീ വാസ് എക്സ്പോസ് ടു ഓറൽ സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് റിച്ച് കൾച്ചർ ഓഫ് ആഫ്രിക്ക. ആഫ്രിക്കയുടെ റിച്ച് കൾച്ചർ അദ്ദേഹത്തിനുണ്ട്. സ്റ്റോറി ടെല്ലിംഗ് അല്ലേ, ഓറലി അല്ലേ, വായ്മൊഴിയായിട്ട് സാധനം പറഞ്ഞു വരുന്ന ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. അവൾ മൈഗ്രേറ്റ് ചെയ്തു ഫ്രാൻസിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്, ലിറ്ററേച്ചർ പഠിക്കാൻ വേണ്ടിയിട്ടും. സ്ട്രാസ്ബോർഗ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബേസിക് ഡീറ്റെയിൽസ് കിട്ടിയല്ലോ. അതിനുശേഷം ആസ് എൻ ഇമിഗ്രന്റ് വുമൺ ഇൻ ഫ്രാൻസ് ഷീ ഫേസ്ഡ് മെനി സ്ട്രഗിൾസ്. കണ്ടോ, ആ സ്ട്രഗിൾസ് ആണ് രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് വരുന്നത്. മൂന്നാമത്തെ പാരഗ്രാഫിലേക്ക് വരുന്നത് അദ്ദേഹത്തിൻ്റെ ബഹുമതികൾ, ആ സ്ത്രീയുടെ ബഹുമതികൾ എന്തൊക്കെയാണ് ഓണർ കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് അല്ലേ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അവസാനത്തിലേക്ക് ടുഡേ ഹെർ വർക്ക്സ് ആർ ഇൻക്ലൂഡ് ഇൻ അക്കാഡമിക് സിലബി ആൻഡ് ഷീ ഈസ് വൈഡ്ലി റെക്കഗ്നൈസ്ഡ് എ പവർഫുൾ കണ്ടംപററി ആഫ്രിക്കൻ വോയിസ് എന്നാണെന്ന് അറിയപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഷീ ഈസ് നോട്ട് ഡൈഡ്. ഓക്കെ, മരിച്ചിട്ടില്ല എന്ന് നമുക്ക് അനുമാനിക്കാം അല്ലേ. അനുമാനിക്കാൻ സാധ്യതയില്ല. 1968 ജനിച്ചതാണ്, അപ്പോൾ മരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ മരണത്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എന്താക്കിയിട്ടില്ല, ഇതിൽ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്താക്കിയില്ല, ആൻസറിൽ മെൻഷൻ ചെയ്തിട്ടില്ല. സോ ഇതുപോലെ നിങ്ങൾക്ക് ഏതൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും സെറ്റാക്കാൻ കഴിയണം. മാത്രമല്ല ഈ ഡിസ്കോഴ്സ് മാത്രമാണുള്ളത്, അല്ല, ഇഷ്ടംപോലെ ഡിസ്കോഴ്സുകൾ വേറെയുണ്ട്. അത് ഏതൊക്കെയാണ് നിങ്ങൾക്ക് കൂടുതൽ സ്ട്രെസ് ചെയ്ത്, നിങ്ങൾക്ക് ഏറ്റവും കൺഫ്യൂസിങ് ആയിട്ടുള്ള ഡിസ്കോഴ്സ് ഏതാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മുടെ ലൈവ് മിസ്സാവരുത്, നമുക്ക് അടിപൊളിയായിട്ട് ബാക്കി കാര്യങ്ങൾ സെറ്റാക്കാനുണ്ട്. കൃത്യം 7:30. സോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ അയച്ചു കൊടുക്കുക. നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ലൈവിൽ വീണ്ടും കാണാം. ബൈ. താങ്ക് യു. ലവ് യു ഓൾ. ഇറ്റ്സ് മീ ജംഷാദ്. യു ക്യാൻ കോൾ മീ ജെഡി.